നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എണ്ണമറ്റ രീതിയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. രാവിലെ ഉണർന്നു ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് മുതൽ രാത്രി കിടക്കാൻ നേരം ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു. എന്നാൽ ഇതിൽ ഭൂരിഭാഗം പ്ലാസ്റ്റിക്കുകളും ഒരു തവണ മാത്രം ഉപയോഗിച്ച് നമ്മൾ വലിച്ചെറിയുന്നവയാണ്. വഴിയിലും പറമ്പിലും പൊതുസ്ഥലങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന ഇത്തരം പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ദോഷം ചെറുതല്ല. എന്നാൽ ഈ മാലിന്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ പുനരുപയോഗിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതകരമായ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിൽ ചോളപ്പൊടിയുടെയും മറ്റ് പലഹാരങ്ങളുടെയും കവറുകളും പാക്കിംഗ് അവശിഷ്ടങ്ങളും ഉപയോഗിച്ച് വളരെ മനോഹരവും ദൃഢതയുമുള്ള പ്ലാസ്റ്റിക് കസേരകൾ നിർമ്മിക്കുന്ന ഒരു വലിയ ഫാക്ടറിയിലെ അതിശയിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. പ്രകൃതിയെ ഒട്ടും ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ ഈ മാലിന്യങ്ങളെ എങ്ങനെയാണ് ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നത് എന്ന് മനസ്സിലാക്കുന്നത് തികച്ചും കൗതുകകരമായ ഒരു അനുഭവമാണ്. പിന്നീട് വലിയ ചൂടുള്ള മെഷീനുകളിലേക്ക് കടത്തിവിടുന്നു. ഇവിടെ വെച്ച് ഉയർന്ന താപനിലയിൽ ഈ പ്ലാസ്റ്റിക് പൂർണ്ണമായി ഉരുകി ഒരു കട്ടിയുള്ള ദ്രാവക രൂപത്തിലാവുകയാണ് ചെയ്യുന്നത്. ഈ ഉരുകൽ പ്രക്രിയ നടക്കുമ്പോൾ തന്നെ കസേരകൾക്ക് ആവശ്യമായ ആകർഷകമായ നിറങ്ങൾ നൽകാൻ പ്രത്യേക ഡൈകൾ അല്ലെങ്കിൽ കളർ പിഗ്മെന്റുകൾ ഇതിലേക്ക് കൃത്യമായ അളവിൽ ചേർക്കുന്നു. ചുവപ്പ്, നീല, പച്ച, മഞ്ഞ അങ്ങനെ ആവശ്യാനുസരണം വിവിധ നിറങ്ങളിലുള്ള പ്ലാസ്റ്റിക് മിശ്രിതം ഇവിടെ ഉയർന്ന ചൂടിൽ തയ്യാറാക്കപ്പെടുന്നു. ഈ ഉരുകിയ പ്ലാസ്റ്റിക് മിശ്രിതം പിന്നീട് വലിയ അച്ചുകളിലേക്ക്, അതായത് ഇഞ്ചക്ഷൻ മോൾഡിംഗ് മെഷീനുകളിലേക്ക് അതിവേഗത്തിൽ കടത്തിവിടുന്നു. ഈ മോൾഡിംഗ് മെഷീനുകളാണ് പ്ലാസ്റ്റിക് മിശ്രിതത്തിന് കസേരയുടെ കൃത്യമായ രൂപവും അളവും നൽകുന്നത്. വലിയ ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ചാണ് ഈ അച്ചുകൾ പ്രവർത്തിക്കുന്നത്. വളരെ കൃത്യതയോടെ രൂപകൽപ്പന ചെയ്ത ഈ അച്ചുകളിലേക്ക് പ്ലാസ്റ്റിക് ദ്രാവകം നിറഞ്ഞുകഴിഞ്ഞാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് കസേരയുടെ ആകൃതി കൈവരിക്കുകയും പെട്ടെന്ന് തന്നെ തണുപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. തണുത്തു കഴിയുമ്പോൾ ഈ വലിയ മെഷീനുകളുടെ അച്ചുകൾ സ്വയം തുറക്കുകയും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പുതിയ പ്ലാസ്റ്റിക് കസേര പുറത്തേക്ക് വരികയും ചെയ്യും. അച്ചിൽ നിന്നും പുറത്തെടുക്കുന്ന കസേരകളുടെ വശങ്ങളിൽ ചിലപ്പോൾ അധികമായി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ഭാഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള വിദഗ്ധരായ തൊഴിലാളികൾ പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഈ അധിക ഭാഗങ്ങൾ വളരെ കൃത്യതയോടെ ചെത്തിമാറ്റി കസേരകൾക്ക് നല്ല സുരക്ഷിതത്വവും മികച്ച ഫിനിഷിംഗും നൽകുന്നു. ഓരോ കസേരയും നിർമ്മിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അവയുടെ ഗുണനിലവാരവും ഭാരം താങ്ങാനുള്ള ശേഷിയും തൊഴിലാളികൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മൾ വഴിയിൽ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ ഇത്രയും മനോഹരമായ കസേരകളായി മാറുന്ന ഈ കാഴ്ച വളരെ അത്ഭുതകരമാണ്. ഇത്തരത്തിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കിയ കസേരകളെല്ലാം ഒന്നിന് മുകളിൽ ഒന്നായി വൃത്തിയായി അടുക്കിവെക്കുന്നു. ഇവ പിന്നീട് വിപണിയിലേക്ക് എത്തിക്കുന്നതിനായി വലിയ പാക്കിംഗ് സെക്ഷനിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് കസേരകൾക്ക് പോറലുകളോ മറ്റ് കേടുപാടുകളോ വരാത്ത രീതിയിൽ കൃത്യമായി വലിയ പ്ലാസ്റ്റിക് കവറുകൾ ഉപയോഗിച്ച് പാക്ക് ചെയ്യുന്നു. പിന്നീട് വലിയ ട്രക്കുകളിലേക്ക് ഇവ സുരക്ഷിതമായി കയറ്റി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിപണികളിലേക്കും ഷോപ്പുകളിലേക്കും വിതരണത്തിനായി അയക്കുന്നു. വഴിയിലോ പറമ്പിലോ കിടന്ന് നശിച്ചുപോകുമായിരുന്ന ചോളപ്പൊടിയുടെയും മറ്റ് സാധനങ്ങളുടെയും കവറുകളാണ് ഇപ്പോൾ നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന അതിശക്തമായ കസേരകളായി പുനർജനിച്ചിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിനും അതോടൊപ്പം തന്നെ പുതിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ഒരുപോലെ സഹായകരമായ ഈ പുനരുപയോഗ സാങ്കേതികവിദ്യ തീർച്ചയായും വരും തലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ്. പ്രകൃതിയെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ വസ്തുക്കൾ എങ്ങനെ വിവേകപൂർവ്വം നിർമ്മിക്കാം എന്നതിന്റെ മികച്ചൊരുദാഹരണമാണ് ഈ ഫാക്ടറിയിലെ ഓരോ കാഴ്ചകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇത്തരം പുതിയ അറിവുകളും വ്യവസായ കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം. നന്ദി.